പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4th മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്തു. ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആൻഡ് റെക്കറൻസ് റിലേഷൻ. ഈ റെക്കറൻസ് റിലേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് റെക്കറൻസ് റിലേഷൻ? ഹോമോജീനിയസ്, നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ. നെക്സ്റ്റ് ലീനിയർ, അതുപോലെ തന്നെ ഓർഡർ, ഡിഗ്രി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂണീക്ക് സൊല്യൂഷൻ ഓഫ് എ റെക്കറൻസ് റിലേഷൻ, ഇതും നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. ഈ ഭാഗത്തിലെ കുറച്ച് പ്രോബ്ലംസും കൂടി ചെയ്ത് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം ദ യൂണീക്ക് സൊല്യൂഷൻ ഓഫ് എ റെക്കറൻസ് റിലേഷൻ an+1 equal to DAN where n greater than or equal to 0. D is the constant is given by an equal to a0 into d raised to n. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എത്രയായിരുന്നു? ഇതിൻ്റെ ഓർഡർ 1 ആണ് അല്ലേ? ഓർഡർ 1. അതുപോലെ തന്നെ ഡിഗ്രിയും 1 അല്ലേ? ഇനി ഇതാണ് ജനറൽ ഫോം അല്ലേ? ഓർഡർ 1 ആയ ഒരു റെക്കറൻസ് റിലേഷൻ്റെ ജനറൽ ഫോം ഇങ്ങനെയാണ്. an+1 ഈക്വൽ ടു DAN, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം അല്ലേ? an ഈക്വൽ ടു D ഇൻറ്റു an-1. ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? an ഈക്വൽ ടു a0 ഇൻറ്റു D റേസ് ടു n. D എന്താണ്? D ഇതിൻ്റെ കോഫിഷ്യൻ്റാണ് D. ഓക്കെ, ഈ ഒരു ഫോമിലാണെങ്കിലോ an-1ൻ്റെ കോഫിഷ്യൻ്റാണ് D. ഓക്കെ, എന്താണ് a0? ഇതിലെ ഫസ്റ്റ് ടേമാണ് a0. യൂണിക്ക് സൊല്യൂഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ a0ഉം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള ഡാറ്റ a0 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയും ചെയ്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ വീണ്ടും പറയുകയാണ്, നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു ഫോമിലുള്ള റെക്കറൻസ് റിലേഷൻ്റെ സൊല്യൂഷനാണ്. ദാറ്റ് ഈസ് an+1 ഈക്വൽ ടു D ഇൻറ്റു an. ഫസ്റ്റ് ഓർഡർ, ഫസ്റ്റ് ഡിഗ്രി ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷനാണ് അല്ലേ? ഇതിൻ്റെ സൊല്യൂഷൻ എപ്പോഴും എന്തായിരിക്കും? an ഈക്വൽ ടു a0 ഇൻറ്റു D റേസ് ടു n ആയിരിക്കും. D നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും D എന്താണ് എന്നുള്ളത്. a0 നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കേണ്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡാറ്റ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി തന്നിട്ടില്ലെങ്കിലോ ഇവിടെ a0 ജനറലായിട്ട് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ യുണീക്ക് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ a0 നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. യുണീക്ക് സൊല്യൂഷൻ അല്ലെങ്കിലോ ജനറൽ സൊല്യൂഷൻ വേണമെങ്കിൽ a0 നിങ്ങൾക്ക് ജസ്റ്റ് അതുപോലെ തന്നെ എഴുതി വെക്കാം. ഓക്കെ, നമുക്കിനി ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് യുണീക്ക് സൊല്യൂഷൻ ഫോർ ദി ഫോളോയിങ് റെക്കറൻസ് റിലേഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5 ഇൻറ്റു an-5an-1 ഈക്വൽ ടു 0. സെക്കൻഡ് ക്വസ്റ്റ്യൻ 2an-3an-1 ഈക്വൽ ടു 0. n ഗ്രേറ്റർ than or equal to 1. a4 ഈക്വൽ ടു 81. ഓക്കെ, 81. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ ചെറുതായി ഒന്ന് വ്യത്യാസം വരുത്താണ്, കാരണം 5 രണ്ട് ക്വസ്റ്റ്യനും സെയിം ആയതുകൊണ്ട് ഇവിടെ 4 ആക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4an-5 ഇൻറ്റു an-1 ഈക്വൽ ടു 0. n ഗ്രേറ്റർ than or equal to 1 അല്ലേ? ഒന്നും കൂടി റീറൈറ്റ് ചെയ്യാം. 4an-5 an-1 ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് 4an ഈക്വൽ ടു 5an-1. ദാറ്റ് ഇംപ്ലൈസ് an ഈക്വൽ ടു 5/4 an-1. ഇതാണ് നമ്മുടെ ജനറൽ ഫോം അല്ലേ? ഫസ്റ്റ് ഓർഡർ, ഫസ്റ്റ് ഡിഗ്രി റെക്കറൻസ് റിലേഷൻ്റെ ജനറൽ ഫോം ഇതാണ്. ഇനി എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ? ദാറ്റ് ഈസ് an ഈക്വൽ ടു എഴുതിയിട്ടുണ്ട്, തൊട്ടുമുകളിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? a0 ഇൻറ്റു D റേസ് ടു n. ദാറ്റ് ഈസ് a0. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് a0 കണ്ടുപിടിക്കാൻ ഒരു ഡാറ്റയും ഇല്ല അല്ലേ? ദാറ്റ് ഈസ് a0 അതുപോലെ തന്നെ എഴുതാം. a0 ഇൻറ്റു നെക്സ്റ്റ് D റേസ് ടു n. എന്താണ് D?
ഡി പറഞ്ഞു കഴിഞ്ഞാൽ എ എന്നിൻ്റെ കോവിഷ്യൻ്റ് അല്ലേ, എ എൻ പ്ലസ് 1 ഈക്വൽ ടു ഡി ഇൻറ്റു എ എൻ ആണെങ്കിൽ എ എന്നിൻ്റെ കോവിഷ്യൻ്റ്, ഇങ്ങനെയാണെങ്കിലോ എ എൻ മൈനസ് 1ൻ്റെ കോവിഷ്യൻ്റ്. എപ്പോഴും ഏറ്റവും വലിയ ടേമാണ് ഇവിടെ എഴുതാം അല്ലേ, അതിലും ചെറിയ ടേം നമ്മൾ ഈക്വൽ സൈനിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എടുക്കും, അതിൻ്റെ കോവിഷ്യൻ്റാണ് എടുക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ എ എൻ മൈനസ് 1 ആണ്. എ എന്നിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതി റൈറ്റ് സൈഡിലേക്ക് എ എൻ മൈനസ് 1 കൊണ്ടുപോയി. ഇതിൻ്റെ ഇതാണെന്ത് എ എൻ മൈനസ് 1ൻ്റെ കോവിഷ്യൻ്റാണ് ഡി. ഓക്കെ, ദാറ്റ് ഈസ് 5/4 ഹോൾ പവർ എൻ. ഇതാണ് സൊല്യൂഷൻ. ഇപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ വളരെ സിമ്പിളാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ 2an മൈനസ് 3an മൈനസ് 1 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ജനറൽ ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഈ 2an ഈക്വൽ ടു 3an മൈനസ് 1, ദാറ്റ് ഇംപ്ലൈസ് an ഈക്വൽ ടു 3/2 an മൈനസ് 1. ഓക്കെ, എന്താണ് സൊല്യൂഷൻ? ദാറ്റ് ഈസ് സൊല്യൂഷൻ an ഈക്വൽ ടു a നോട്ട് d റേസ് ടു n, ദാറ്റ് ഇംപ്ലൈസ് an ഈക്വൽ ടു a നോട്ട് എന്താണ് d 3/2 അല്ലേ, ദാറ്റ് ഈസ് 3/2 ഹോൾ പവർ n. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് A4 തന്നിട്ടുണ്ട് അല്ലേ, A4 തന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, a നോട്ട് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് A4? ദാറ്റ് ഈസ് A4 ഈക്വൽ ടു അല്ലേ, A4 an എന്താണ്, an ഈക്വൽ ടു 3/2 ഇൻറ്റു an മൈനസ് 1 ആണ്, ദാറ്റ് ഈസ് 3/2 ഇൻറ്റു A3 ആണ്. എന്താണ് A3? ദാറ്റ് ഈസ് 3/2 ഇൻറ്റു A3 പറഞ്ഞാൽ 3/2 ഇൻറ്റു A2 ആണ് അല്ലേ. എന്താണ് A2? ദാറ്റ് ഈസ് 3/2 ഇൻറ്റു 3/2 ഇൻറ്റു 3/2 ഇൻറ്റു A1. നമുക്ക് വേണ്ട എന്താണ്, A നോട്ടാണ് വേണ്ടത് അല്ലേ. ദെയർഫോർ 3/2 ഇൻറ്റു 3/2 ഇൻറ്റു 3/2 ഇൻറ്റു 3/2 A നോട്ട് അല്ലേ. ഇത്രയും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് A4 ഈക്വൽ ടു 3/2 ഹോൾ റേസ് ടു 4 ഇൻറ്റു A നോട്ട് അല്ലേ. പക്ഷേ A4 നമുക്കറിയാം അല്ലേ, A4 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് A4 ദാറ്റ് ഈസ് 81 ഇൻറ്റു 3 റേസ് ടു 4 ഡിവൈഡ് ബൈ 2 റേസ് ടു 4 A നോട്ട്, ദാറ്റ് ഈക്വൽ ടു A നോട്ട് ഈക്വൽ ടു 2 റേസ് ടു 4 ഇൻറ്റു 81 ഡിവൈഡഡ് ബൈ 3 റേസ് ടു 4 അല്ലേ. ഫൈനൽ ആൻസർ എന്തായിരിക്കും? ദാറ്റ് ഈക്വൽ ടു 16 ആൻസർ കിട്ടും. ഓക്കെ, ദെയർഫോർ ഫൈനൽ ആൻസർ എന്താണ്? ദാറ്റ് ഈസ് an ഈക്വൽ ടു 16 ഇൻറ്റു d റേസ് ടു n, ദാറ്റ് ഈസ് 3/2 ഹോൾ പവർ n. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് റെക്കറൻസ് റിലേഷൻ an ഈക്വൽ ടു 7an മൈനസ് 1 where n greater than or equal to 1 and a2 equal to 98. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെയർഫോർ an ഈക്വൽ ടു സൊല്യൂഷൻ എന്താണ്, an ഈക്വൽ ടു a നോട്ട് ഇൻറ്റു d റേസ് ടു n, ദാറ്റ് ഈസ് an ഈക്വൽ ടു എന്താണ് d പറഞ്ഞു കഴിഞ്ഞാൽ an മൈനസ് 1ൻ്റെ കോവിഷ്യൻ്റാണ് d അല്ലേ, ദാറ്റ് ഈസ് a നോട്ട് ഇൻറ്റു 7 പവർ n. പക്ഷേ a നോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് a2 എന്ന വാല്യൂ തന്നിട്ടുള്ളത്. ഓക്കെ, ദെയർഫോർ a2 ഈക്വൽ ടു 7 ഇൻറ്റു a1 ആണ് അല്ലേ, കാരണം 2ന്ന് n ആണെങ്കിൽ n-ന്ന് 1 മൈനസ് ചെയ്താണ് ഇവിടെ ഉള്ളത് അല്ലേ, 2 ആണെങ്കിൽ 1. എന്താണ് a1 ഈക്വൽ ടു ദാറ്റ് ഈസ് 7 ഇൻറ്റു 7 ഇൻറ്റു a നോട്ട് അല്ലേ, കാരണം എന്താ a1 ഈക്വൽ ടു 7 ഇൻറ്റു a നോട്ടാ, ഇതിന്ന് വീണ്ടും 1 മൈനസ് ചെയ്തു, ദാറ്റ് ഈസ് a നോട്ട്, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ. ദെയർഫോർ 49 ഇൻറ്റു a നോട്ട്. ദെയർഫോർ a നോട്ട് പക്ഷേ a2 നമുക്ക് അറിയാം, തന്ന കാര്യമാണ് a2, ദാറ്റ് ഈസ് 98 ഈക്വൽ ടു 49 ഇൻറ്റു a നോട്ട്. ദെയർഫോർ a നോട്ട് ഈക്വൽ ടു 98 ഡിവൈഡ് ബൈ 49, that equal to 2. Therefore an equal to 2 into 7 raised to n. Okay,
Next question, find the unique solution of the recurrence relation 6an minus 7an minus 1 equal to 0, n greater than or equal to 1 and a3 equal to 343. Okay. Therefore, solution നമുക്ക് already എഴുതി വെക്കാം. an equal to a0 into d raised to n. തന്നിട്ടുള്ള ഇക്വേഷന് ഈ ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 6an equal to 7an minus 1. That is an equal to 7 by 6 an minus 1. Okay. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is an equal to 7 by 6 d raised to n. Sorry. an equal to a0 d raised to n. That is a0 into എന്താണ് d? ഇതാണ് d അല്ലേ? an minus 1ൻ്റെ കോഫിഷ്യൻ്റ് ആണ് d. That is 7 by 6 whole power n. പക്ഷേ നിങ്ങൾക്ക് യുണീക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് a0ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ a3 തന്നിട്ടുള്ളത്. നമുക്കറിയാം an ഈക്വൽ ടു എന്താണ്? an ഈക്വൽ ടു 7 by 6 an minus 1. Therefore a3 ഈക്വൽ ടു 7 by 6 a2. That is 7 by 6 a2 പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 7 by 6 into a1. Again a1 പറഞ്ഞു കഴിഞ്ഞാലോ 7 by 6 into 7 by 6 into 7 by 6 into a0 അല്ലേ? That implies 343 equal to 7 cube divided by 6 cube a0. Therefore a0 equal to 6 cube into 343 divided by 7 cube. Okay, that equal to 216. Okay, therefore solution എന്താണ് solution? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ? ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈക്വൽ ടു സൊല്യൂഷൻ an ഈക്വൽ ടു 216 ഇൻറ്റു 7 by 6 ഹോൾ പവർ n. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് സോൾവ് ദ റിലേഷൻ an ഈക്വൽ ടു n ഇൻറ്റു an മൈനസ് 1 വേർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, a0 ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്. a0 ഈക്വൽ ടു 1 തൊട്ട് മുന്നത്തേൽ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഇതെന്താണ്? ഹോമോജീനിയസ് ആണോ? ഹോമോജീനിയസ് ആണ്. കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ്റ് ആണോ? an മൈനസ് 1 അല്ല, കോൺസ്റ്റൻ്റ് അല്ല അല്ലേ? കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ്റ് അല്ല. n ആണ് an മൈനസ് 1ൻ്റെ കോഎഫിഷ്യൻ്റ് n ആണ്, കോൺസ്റ്റൻ്റ് അല്ല അല്ലേ? അപ്പോൾ കോൺസ്റ്റന്റ് കോഎഫിഷ്യൻറ്റും ലീനിയറും ഹോമോജീനസ് ആണെങ്കിലാണ് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതേ ക്വസ്റ്റിൻ്റെ ജനറൽ ഫോം എഴുതി വെക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്തല്ല? an ഈക്വൽ ടു a0 ഇൻറ്റു d റേസ് ടു n എന്ന് എഴുതി വെക്കരുത്. കാരണം ഇത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ്റ് അല്ല അല്ലേ? ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം, സം d ആയിരിക്കണം അല്ലേ? സം കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്ത്? an മൈനസ് 1ൻ്റെ കോഎഫിഷ്യൻ്റ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് a0 എന്താണ്? a0 ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് a1 ഈക്വൽ ടു എന്ത് വരും? 1 ഇൻറ്റു a0 അല്ലേ? a1 ഈക്വൽ ടു 1 ഇൻറ്റു a0. ദറ്റ് ഈസ് 1 ഇൻറ്റു a0. എന്താണ് a0? ദറ്റ് ഈസ് 1. നെക്സ്റ്റ് എന്താണ് a2 ഈക്വൽ ടു 2 ഇൻറ്റു a1. ദറ്റ് ഈസ് 2 ഇൻറ്റു 1 എന്ന് എഴുതാം അല്ലേ? എന്താണ് a3 ഈക്വൽ ടു 3 ഇൻറ്റു a2. എന്താണ് a2? ദറ്റ് ഈസ് 2 ഇൻറ്റു 1. നെക്സ്റ്റ് എന്താണ് a4 പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇൻറ്റു a3 അല്ലേ? ദറ്റ് ഈസ് 4 ഇൻറ്റു a3 എത്രയാണ്? 3 ഇൻറ്റു 2 ഇൻറ്റു 1. a5 ദറ്റ് ഈസ് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അങ്ങനെയാണെങ്കിൽ എന്താണ് an? സൊല്യൂഷൻ പറഞ്ഞാൽ എന്താണ്? an ഈക്വൽ ടു എന്തായിരിക്കും? a5 നിന്ന് താഴോട്ട് 1 വരെ പ്രൊഡക്റ്റ്, അതിൻ്റെ മൾട്ടിപ്പിൾ. a4 ആണെങ്കിൽ 4 മുതൽ 1 വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും പ്രൊഡക്റ്റ് അല്ലേ? അങ്ങനെ n ആണെങ്കിലോ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സെട്ര 3 ഇൻറ്റു 2 ഇൻറ്റു 1. ദാറ്റ് ഈക്വൽ ടു n ഫാക്ടോറിയൽ.
ഓക്കെ, അപ്പോൾ ഇത് തൊട്ട് മുന്നത്തെ ഫോം വെച്ച് ഡയറക്റ്റ് നമുക്ക് ഇതാണ് സൊല്യൂഷൻ എന്ന് എഴുതി വെക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റെക്കറൻസ് റിലേഷൻ with initial condition that uniquely determined by the sequence 3, 7, 11, 15 and 90. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എ നോട്ട് ഈക്വൽ ടു എന്താണ്. എ നോട്ട് ഈക്വൽ ടു 3 എന്താണ്. A1 ഈക്വൽ ടു 7, A2 that is equal to 11, next A3 that is equal to 15 etc. അല്ലേ? ഇതിൻ്റെ ജനറൽ ടേം എന്തായിരിക്കും അല്ലേ? ദാറ്റ് ഈസ് എൻ ഈക്വൽ ടു എന്തായിരിക്കും വരിക? an-1 പ്ലസ് 4 ചെയ്താൽ മതി. an ആണെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നത്തെ ടേമിൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ മതി അല്ലേ? A0 ഈക്വൽ ടു 3 ആണ്, ശരിയല്ലേ? A0 ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ A1 എന്ത് കിട്ടണം? 3യുടെ കൂടെ 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 7 കിട്ടും. A2 കിട്ടണമെങ്കിൽ A1ൻ്റെ കൂടെ 4 ആഡ് ചെയ്യണം, ദാറ്റ് ഈസ് 11 കിട്ടും. ഓക്കെ, സിമ്പിൾ. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഈ ഒരു അരിതമെറ്റിക് പ്രോഗ്രഷൻ അല്ലേ? ദാറ്റ് ഈസ് ഇതാണ് അതിൻ്റെ റെക്കറൻസ് റിലേഷൻ. ഇതാണ് അതിൻ്റെ റെക്കറൻസ് റിലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് A12 ഇഫ് an plus 1 square equal to 5an square where an greater than or equal to 0 for n greater than or equal to 0 and a not equal to 2. തൊട്ട് മുന്നത്തെ ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? തൊട്ട് മുന്നത്തെ ജനറൽ ഫോം ദാറ്റ് ഈസ് സൊല്യൂഷൻ്റെ ജനറൽ ഫോം an ഈക്വൽ ടു a നോട്ട് d റേസ് ടു n. ഇത് ഡയറക്റ്റായി ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഇതെന്തല്ല, ലീനിയർ അല്ല അല്ലേ? ദാറ്റ് ഈസ് ഇവിടെ an പ്ലസ് 1 ഇൻറ്റു an പ്ലസ് 1 ഈക്വൽ ടു 5 ഇൻറ്റു an ഇൻറ്റു an. ഇവിടെ an പ്ലസ് 1ൻ്റെ കൂടെ അതിൻ്റെ കോൺസ്റ്റൻറ്റ് കോഫിഷ്യൻ്റ് അല്ല, വീണ്ടും ഇതേപോലത്തെ ടേമാണ് വന്നുള്ളത്. അതുകൊണ്ട് ഇതെന്തല്ല, ലീനിയർ അല്ല. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിനെ ലീനിയർ ആക്കണം. ഇതിന് കറസ്പോണ്ടിങ് ഒരു ലീനിയർ റെക്കറൻസ് റിലേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? put an square equal to bn. നമ്മൾ an സ്ക്വയറിനെ വേറൊരു ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യാണ്, ദാറ്റ് ഈസ് bn. അങ്ങനെയാണെങ്കിൽ an പ്ലസ് 1 സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാം? bn പ്ലസ് 1 കൊണ്ടും ഡിനോട്ട് ചെയ്തു. therefore an പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 5an സ്ക്വയർ. ഇതെന്തായി മാറും? ദാറ്റ് ഈസ് bn പ്ലസ് 1 ഈക്വൽ ടു bn അല്ലേ? ഇത് ലീനിയർ ഇക്വേഷനാണ്. അപ്പോൾ നോൺ ലീനിയർ റെക്കറൻസ് റിലേഷനെ നമ്മൾ എന്ത് ചെയ്തു? കറസ്പോണ്ടിങ് ഒരു ലീനിയർ ഇക്വേഷൻ കൊണ്ട് മാറ്റി എഴുതി. ഇവിടെ തന്നിട്ടുണ്ട് a നോട്ട് ഈക്വൽ ടു 2 ആണെങ്കിൽ നമുക്കറിയാം a നോട്ട് ഈക്വൽ ടു 2 ആണ് അല്ലേ? a നോട്ട് ഈക്വൽ ടു 2 ആണ്. അങ്ങനെയാണെങ്കിൽ a നോട്ട് സ്ക്വയർ എന്തായിരിക്കും? 2 സ്ക്വയർ ആയിരിക്കും. a നോട്ട് സ്ക്വയർ ആയിരിക്കും എന്ത്? b നോട്ട് അല്ലേ? therefore b നോട്ട് ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെ a നോട്ട് 2 ആണ്, bn നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് an സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് b നോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? a നോട്ട് സ്ക്വയർ ആണ്. a നോട്ട് ഈക്വൽ ടു 2 ആയതുകൊണ്ട് ദാറ്റ് ഈസ് 2 സ്ക്വയർ ആയിരിക്കും b നോട്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി? bn പ്ലസ് 1 ഈക്വൽ ടു bn, b നോട്ട് ഈക്വൽ ടു 4. ഇത് സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് തൊട്ട് മുന്നത്തെ പോലെ നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ d എന്താണ്? d പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ? therefore bn ഈക്വൽ ടു 1 ഇൻറ്റു അല്ലേ 1 പവർ n, നെക്സ്റ്റ് b നോട്ട് അല്ലേ? ദാറ്റ് ഈസ് 4. ഓക്കെ, ഇവിടെ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ 5 ഉണ്ടായിരുന്നു അല്ലേ? ദാറ്റ് ഈസ് 5. therefore d ക്വസ്റ്റ്യൻ ഇവിടെ 5 വരും. therefore d എന്തായി? d ഈക്വൽ ടു 5 ആയി. ദാറ്റ് ഇംപ്ലൈസ് bn ഈക്വൽ ടു 5 റേസ് ടു n ഇൻറ്റു 4 അല്ലേ? d ഈക്വൽ ടു 5 ആയി. ദാറ്റ് ഈസ് bn ഈക്വൽ ടു 4 ഇൻറ്റു 5 റേസ് ടു n. ഓക്കെ,
എന്താണ് ബി എൻ? ബി എൻ ഇവിടെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി എൻ പറഞ്ഞാൽ എ എൻ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് എ എൻ സ്ക്വയർ ഈക്വൽ ടു 4 × 5⁻n. Therefore a n equal to root of 4 × 5⁻n. That equal to 2 × 5⁻n, root of 5⁻n. നമുക്ക് കണ്ടുപിടിക്കണം എന്തായിരുന്നു? A12 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? Therefore A12 equal to 2 × root of 5⁻12. That is 2 × 5⁻12 all power 1/2 എന്ന് എഴുതാം അല്ലേ റൂട്ടിന്. ദാറ്റ് ഈക്വൽ ടു 2 × 5⁻6 അല്ലേ? എന്താണ് 5⁻12 all power 1/2 എങ്ങനെ എഴുതാം? 5⁻12 × 1/2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 5⁻6 അല്ലേ? ദാറ്റ് ഈസ് 2 × 5⁻6. That equal to 31250 അല്ലേ? 31,250. ഇതാണ് A12. ഓക്കെ. അപ്പോൾ ഇത്രയും ടോപ്പിക്ക്, ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കാം. കൂടുതൽ പ്രോബ്ലംസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. Solution of second order linear recurrence relation with constant coefficient. ഒന്നുകൂടെ പറയാം. സെക്കൻഡ് ഓർഡർ ആയിരിക്കണം, ലീനിയർ ആയിരിക്കണം, വിത്ത് കോൺസ്റ്റൻറ്റ് കോഫിഷ്യൻ്റ് ആയിരിക്കണം. ഇങ്ങനത്തെ ഒരു റെക്കറൻസ് റിലേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. സൊല്യൂഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ ലീനിയർ വിത്ത് റെക്കറൻസ് റിലേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഫിഷ്യൻ്റ്. എന്താണ് ഓർഡർ, എന്താണ് ലീനിയർ, എല്ലാ ടേംസുകളും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി കൺസിഡർ എ സെക്കൻഡ് ഓർഡർ ലീനിയർ റെക്കറൻസ് റിലേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഫിഷ്യൻ്റ് ദാറ്റ് ഈസ് C0 an പ്ലസ് C1 an-1 പ്ലസ് C2 an-2 ഈക്വൽ ടു 0 n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലേ? n-k ആണെങ്കിൽ k ഓർഡർ ആയിരിക്കും. പിന്നെ കോൺസ്റ്റൻറ്റ് കോഫിഷ്യൻ്റ് ആണ്. ദറ്റ് ഈസ് സെക്കൻഡ് ഓർഡർ ലീനിയർ വിത്ത് കോൺസ്റ്റൻറ്റ് കോഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ജനറൽ റെക്കറൻസ് റിലേഷൻ്റെ ജനറൽ ഫോമാണ് ഇത്. C0 × an പ്ലസ് C1 × an-1 പ്ലസ് C2 × an-2 ഈക്വൽ ടു 0. ഇത് എങ്ങനെ സോൾവ് ചെയ്യാം? ഇങ്ങനത്തെ ഒരു ഫോം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇത് സോൾവ് ചെയ്യാം? നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത്. അതോ ഹോമോജീനിയസ് ആണെങ്കിൽ നമ്മൾ ഒരു രീതിയിൽ ചെയ്യും, നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ അവിടെ വേറെ രീതിയിൽ ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ആണ് അല്ലേ? ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് വരികയാണെങ്കിൽ അതെന്തായിരിക്കും? കോൺസ്റ്റൻറ്റോ ഫംഗ്ഷനോ പോളിനോമിയലോ അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷനോ എന്ത് വരികയാണെങ്കിൽ അത് നോൺ ഹോമോജീനിയസ് ആയിരിക്കും. പക്ഷേ ഈക്വൽ ടു 0 വന്നിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എൻ ഈക്വൽ ടു 0 ആണെങ്കിൽ അതെന്തായിരിക്കും? ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ള എന്താണ്? സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഫിഷ്യൻ്റ് ആണ്. ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ CR⁻n ഇതാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ദറ്റ് ഈസ് an ഈക്വൽ ടു സം C × R⁻n ഇതിൻ്റെ സൊല്യൂഷനാണ് എന്ന് അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഈ an എന്നുള്ള ഇക്വേഷൻ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന an-നെ നമ്മൾ എന്ത് പറയാം? സൊല്യൂഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? an ഈക്വൽ ടു CR⁻n ആണെങ്കിൽ n ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? C0 × CR⁻n പ്ലസ് C1 × CR⁻n-1 അല്ലേ? an-1 പറഞ്ഞു കഴിഞ്ഞാൽ എന്നിന് ഇവിടെ -1 കൊടുക്കണം അല്ലേ? C1 അതുപോലെ തന്നെ എഴുതി. ഓക്കെ. ദാറ്റ് ഈസ് CR⁻n-1
പ്ലസ് C2 ഇൻറ്റു നെക്സ്റ്റ് C r raised to n minus 2 ഈക്വൽ ടു 0. ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു ടേം ആണെന്ത് C r n minus 2. അത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് C r raised to n minus 2 ഞാൻ കോമൺ ആയി പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ എന്തുണ്ടായിരിക്കും? ഇവിടെ ഇത്രയും ടേം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം പ്ലസ് C2 ആയിരിക്കും അല്ലേ? ഇവിടെയോ n minus 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടായിരിക്കും? C1 ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു R ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് C1R. ശരിയല്ലേ? കാരണം ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഒരു R ഇതിൽ നിന്ന് പുറത്തേക്ക് എടുത്തു, അപ്പോൾ ഇവിടെ -2 ആവും. ഇവിടെ 2 R ഞാൻ പുറത്തേക്ക് എടുത്തു അല്ലേ? അപ്പോൾ ഇവിടെ -2 വരും. എന്നിട്ട് ഈ കോമൺ ടേമിന് ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? C0 R² പ്ലസ് C1R പ്ലസ് C2 ഈക്വൽ ടു 0. ഇവിടെ C ഇതൊരിക്കലും 0 വരില്ല, കാരണം C not equal to 0 ആണ് അല്ലേ? C not equal to 0 ആണ്. അതുപോലെ തന്നെ ആറും നോട്ട് ഈക്വൽ ടു 0 ആണ്. ദെർഫോർ ദിസ് ഈക്വൽ ടു 0 അല്ലേ? രണ്ട് ടേമിൻ്റെ പ്രൊഡക്റ്റ് 0 ആവണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ടേമിൻ്റെ പ്രൊഡക്റ്റ് 0 വന്നാലേ ശരിയാവുള്ളൂ അല്ലേ? ദാറ്റ് ഈസ് C0 R² പ്ലസ് C1R പ്ലസ് C2 ഈക്വൽ ടു 0. അപ്പോൾ ഏതൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനസ് റെക്കറൻസ് റിലേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഫിഷ്യൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്ന് ഇതേപോലെ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എന്താ വേണ്ടേ? ഇതിലെ an-1 an ഈ ലാസ്റ്റ് ടേമിന് കറസ്പോണ്ട് എന്ത് ചെയ്യുക? CR(n-2) കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ബാക്കിയുള്ള ടേം ഈക്വൽ ടു 0 ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ദെർഫോർ ഈ റെക്കറൻസ് റിലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. നമ്മൾ ODE പഠിച്ചപ്പോഴും അവിടെയും പഠിച്ചിട്ടുണ്ടായിരുന്നു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലേ? അതിൻ്റെ റൂട്ട്സിനെ വിളിക്കുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ് അല്ലേ? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെയാണ്. ദാറ്റ് ഈസ് ആറുള്ള ഒരു പോളിനോമിയലാണ്. ഇവിടെ C0 C1 C2 ഇതെല്ലാം എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. C0 0 അല്ല അല്ലേ? C0 സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ, സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ഇവിടെ ഒരിക്കലും 0 വരാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ ODE പഠിച്ചതേപോലെ ഏതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് നമ്മളൊരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? y' m എന്ന് വിളിക്കും, y" m² എന്ന് വിളിക്കും. അതേപോലെ ഏതൊരു റെക്കറൻസ് റിലേഷൻ കിട്ടിക്കഴിഞ്ഞാലും, അഥവാ സെക്കൻഡ് ഓർഡർ എന്തോ ആയിക്കോട്ടെ, ലീനിയർ റെക്കറൻസ് റിലേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഫിഷ്യൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് നമുക്ക് എന്ത് കിട്ടും? ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടും. അതിൻ്റെ റൂട്ട്സിനെ വിളിക്കുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്. ഇനി ഇതിൽ എത്ര റൂട്ട് ഉണ്ടായിരിക്കും? സെക്കൻഡ് ഡിഗ്രിയിലുള്ള പോളിനോമിയലാണ് അല്ലേ? സെക്കൻഡ് ഡിഗ്രിയിലുള്ള ആറിലുള്ള ഒരു പോളിനോമിയലാണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 റൂട്ട് കിട്ടും. ആ റൂട്ട് ഞാൻ R1 R2 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഏതൊക്കെ പോസിബിൾ കേസസ് ആണ് ഇവിടെ വരിക? ഒന്നെങ്കിൽ R1 ഈക്വൽ ടു R2 ഈക്വൽ ടു സം റിയൽ നമ്പർ ആയിരിക്കും അല്ലേ? ഇത് സോൾവ് ചെയ്യുമ്പോൾ R1ഉം R2ഉം റിയൽ നമ്പർ ആവാം. രണ്ട് കേസ്. ഫസ്റ്റ് R1 R2 ഈ രണ്ടും ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? റിയൽ റൂട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കോംപ്ലക്സ് റൂട്ട് ആയിരിക്കാം. കോംപ്ലക്സ് റൂട്ട് ആണെങ്കിൽ കോൺജുഗേറ്റ് പെയർ ആയിട്ടാണ് വരിക അല്ലേ? സം ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ഇങ്ങനെ ആയിരിക്കും വരിക അല്ലേ? ആൽഫ പ്ലസ് ഐ ബീറ്റ, ആൽഫ മൈനസ് ഐ ബീറ്റ, ഈ ഒരു പോസിബിൾ കേസസ് ആയിരിക്കും എന്ത് വരിക? കോംപ്ലക്സ് റൂട്ട്സ് വരികയാണെങ്കിൽ നമുക്ക് കിട്ടാം. ഇനി റിയൽ റൂട്ട്സ് ആണെങ്കിലോ 2 കേസ് വീണ്ടും വരാം. ഒന്നെങ്കിൽ സെയിം റൂട്ട് വരാം അല്ലേ? റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരാം. ദാറ്റ് ഈസ് 1 1, അല്ലെങ്കിൽ 2 2, അല്ലെങ്കിൽ 3 3, അല്ലെങ്കിൽ -1 -1, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട്സ് കിട്ടും. അല്ലെങ്കിലോ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും അല്ലേ? 1 2, അല്ലെങ്കിൽ 1 3, അല്ലെങ്കിൽ 2 3, അല്ലെങ്കിൽ 1 -1, ഈ രീതിയിലായിരിക്കും വരിക. അപ്പോൾ ഇവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചതേപോലെ ഇവിടെയും 3 കേസ് വരാം. ഒന്ന് റിയൽ, രണ്ടാമത്തെയും റിയൽ പക്ഷേ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ കോംപ്ലക്സ് റൂട്ട്. അപ്പോൾ ഒന്നും കൂടി പറയാം.
ഫസ്റ്റ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഫിഷ്യന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുത്തെഴുതുക. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഈ പോളിനോമിയൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട്സ് നിങ്ങൾക്ക് കിട്ടും, 2 റൂട്ട് കിട്ടും. അതിനെയാണ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട് എന്ന് പറയാം. ഇനി ഇവിടെ 3 കേസാണ് വരിക. ഫസ്റ്റ് കേസ് റിയൽ ഡിസ്റ്റിങ്ക്റ്റ്, സെക്കൻഡ് കേസ് റിയൽ സെയിം റൂട്ട്സ്, മൂന്നാമത്തെ കോംപ്ലക്സ് റൂട്ട്. ഇനി ഇതിലെ ഓരോ കേസസിനും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സൊല്യൂഷൻ റെഡിമെയ്ഡ് സൊല്യൂഷൻ നമുക്ക് ഡയറക്റ്റ് എഴുതി വെക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പറയാം. ഫസ്റ്റ് റൂട്ട് ദാറ്റ് ഈസ് R1 ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ്. ഞാൻ ഇതിനെ R1 R2 എന്ന് എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് R1 R2. ഇതാണ് ഫസ്റ്റ് കേസ് വന്ന് വിചാരിക്കാം. രണ്ടാമത്തെ കേസ് എന്താണ്? R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ദാറ്റ് ഈസ് ഇത് രണ്ടും റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്. നെക്സ്റ്റ് ഇത് റിയൽ ആൻഡ് സെയിം റൂട്ട് അല്ലേ? R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R. മൂന്നാമത്തത് R ഈക്വൽ ടു ആൽഫ പ്ലസ് ഓർ മൈനസ് I ബീറ്റ. ദാറ്റ് ഈസ് കോംപ്ലക്സ് റൂട്ട് അല്ലേ? കോംപ്ലക്സ് റൂട്ട്. ഈ 3 സൊല്യൂഷനും നമ്മൾ ഈ 3 കേസസിനും നമ്മൾ ഒരു റെഡിമെയ്ഡ് സൊല്യൂഷൻ പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് R1 and R2 be 2 distinct real root, then an equal to എന്തായിരിക്കും? സം C0 R1 പവർ n പ്ലസ് C1 R പവർ R2 പവർ n. ഇതാണ് സൊല്യൂഷൻ. ഈ C0 C1 എന്താണ്? ആർബിറ്ററി കോൺസ്റ്റൻറ്റ്. ഇത് ഈ കോൺസ്റ്റൻ്റ് അല്ല, ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഡാഷ് എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് C0 ഡാഷ് C1 ഡാഷ്. ഓക്കെ, സം കോൺസ്റ്റൻറ്റ്. ഈ ഡാഷ് എഴുതാൻ കാരണം എന്താ? നിങ്ങൾ തെറ്റിദ്ധരിക്കും ഈ C0 ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ വേറൊരു നൊട്ടേഷൻ കൂടി അതിൽ ചേർക്കാണ്. ദാറ്റ് ഈസ് C0 ഡാഷ് R1 n പ്ലസ് C1 ഡാഷ് R2 n. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റെക്കറൻസ് റിലേഷൻ്റെ സൊല്യൂഷൻ. എങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ ഈ കേസസ് പഠിച്ചിട്ടുണ്ടായിരുന്നേ? അതിൻ്റെ റൂട്ട് ദാറ്റ് ഈസ് ഓക്സിലറി ഇക്വേഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ റൂട്ട്സ് M1 ആൻഡ് M2 വന്നിട്ടുണ്ടെങ്കിൽ സൊല്യൂഷൻ എന്തായിരുന്നു? Y ഈക്വൽ ടു C1 അല്ലെങ്കിൽ C0 e റേസ് ടു M1x പ്ലസ് C2 e റേസ് ടു M2x ആയിരുന്നു. അതിന് പകരം ഇവിടെ എന്ത് ചെയ്തു? e റേസ് ടു M1x പകരം ഇവിടെ R1 ഫസ്റ്റ് റൂട്ട് ഇൻറ്റു പവർ n പ്ലസ് സെക്കൻഡ് റൂട്ട് പവർ n ആക്കി എഴുതി. ഇവിടെ രണ്ട് കോൺസ്റ്റൻ്റ് ഇവിടെ ചേർത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതേപോലെ ഇവിടെ 2 കോൺസ്റ്റൻ്റ് ചേർത്തു. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും. അതുപോലെ തന്നെയാണ് നമ്മൾ റെക്കറൻസ് റിലേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എഴുതുന്നത്. ദാറ്റ് ഈസ് an ഈക്വൽ ടു ഫസ്റ്റ് റൂട്ട് ദാറ്റ് ഈസ് സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫസ്റ്റ് റൂട്ട് R1 പവർ n പ്ലസ് സെക്കൻഡ് കോൺസ്റ്റൻറ്റ് ചേർക്കാം. ദാറ്റ് ഈസ് C1 R2 പവർ n. നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ C0 ഇവിടെയും വന്നത് കൊണ്ടാണ് ഇവിടെ ആ കോൺസ്റ്റൻറ്റിന് C0 ഡാഷ് C1 ഡാഷ് എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ്. ഫസ്റ്റ് കേസ് കംപ്ലീറ്റ് ആയി. സെക്കൻഡ് കേസ് എന്തായിരുന്നു? റിയൽ റൂട്ട് പക്ഷേ സെയിമായി വരിക. 2 റിയൽ റൂട്ട് പക്ഷേ രണ്ടും സെയിമായി വരിക. 1 1 അല്ലെങ്കിൽ 2 2 3 3 ഈ ഒരു രീതിയിൽ വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ODE ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ദാറ്റ് ഈസ് Y ഈക്വൽ ടു C1 അല്ലെങ്കിൽ C0 e റേസ് ടു mx പ്ലസ് C2 ഇൻറ്റു ഒരു എക്സ് കൊണ്ട് ഗുണിക്കും അല്ലേ? സെക്കൻഡ് ടേമിന് ഒരു എക്സ് കൊണ്ട് ഗുണിക്കും. അതേപോലെ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് an ഈക്വൽ ടു C0 ഡാഷ് R പവർ n പ്ലസ് C1 ഡാഷ് n ഇൻറ്റു R പവർ n ഒരു n കൊണ്ട് ഗുണിക്കും. അപ്പോൾ സെയിം റൂട്ട് വരികയാണെങ്കിൽ സെക്കൻഡ് ടേമിന് n കൊണ്ട് ഗുണിക്കും. ഓക്കെ,
അപ്പോൾ ഫസ്റ്റ് രണ്ട് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നുകൂടി പറയാം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്യാം. റൂട്ട്സ് 3 കേസിലായിരിക്കും വരിക. ഫസ്റ്റ് കേസ് റിയൽ റൂട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയി വരിക. സെക്കൻഡ് കേസ് റിയൽ റൂട്ട് റിപ്പീറ്റ് ചെയ്ത് വരിക, സെയിം റൂട്ടായി വരിക, 2 റൂട്ടും സെയിം ആയി വരിക. മൂന്നാമത്തെ കേസ് കോംപ്ലക്സ് റൂട്ടായി വരിക. ഫസ്റ്റ് കേസ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ എ എൻ ഈക്വൽ ടു സി നോട്ട് ഡാഷ് R1 പവർ എൻ പ്ലസ് C2 ഡാഷ് R2 പവർ എൻ. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. തന്നിട്ടുള്ള റെക്കറൻസ് റിലേഷൻ്റെ സൊല്യൂഷൻ ഇതാണ്. സെക്കൻഡ് കേസ് ദാറ്റ് ഈസ് സെയിം ആയി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ടേമിൻ്റെ കൂടെ ഒരു എൻ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. ദാറ്റ് ഈസ് സി നോട്ട് ഡാഷ് R1 പവർ എൻ പ്ലസ് C2 ഡാഷ് എൻ ഇൻറ്റു അല്ലെങ്കിൽ C1. ഓക്കെ, C1 ഡാഷ് എൻ ഇൻറ്റു R1 അല്ലേ? R1 തന്നെ സെയിം ആയതുകൊണ്ട് R1 തന്നെ ആയിരിക്കും ഇവിടെ എഴുതാൻ പോണത് അല്ലേ? R1 പവർ എൻ. ഇനി മൂന്നാമത്തെ കേസ് കോംപ്ലക്സ് റൂട്ട് ആയി വരുമ്പോൾ, എന്നാൽ കോംപ്ലക്സ് റൂട്ടായി വരുമ്പോൾ നമ്മൾ അന്നേരം ചെയ്തിട്ടുണ്ടായിരുന്നേ അല്ലേ? അവിടെ നമ്മൾ സൈനിൻ്റെയും കോസിൻ്റെ ടൈമിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന്ന് വ്യത്യാസമായിട്ടാണ് ഇവിടെ എ എൻ ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു ദാറ്റ് ഈസ് സി നോട്ട് ഡാഷ് ഇൻറ്റു ഫസ്റ്റ് റൂട്ട്, അതുപോലെ തന്നെ ഇതാ ആൽഫ പ്ലസ് ഐ ബീറ്റ പവർ എൻ പ്ലസ് C1 ഡാഷ് ആൽഫ മൈനസ് ഐ ബീറ്റ ഓൾ പവർ എൻ. അപ്പോൾ ഇതിലെ ആൽഫ പ്ലസ് ഐ ബീറ്റ ബ്രാക്കറ്റിൻ്റെ അകത്ത് പവറാക്കി എഴുതാം, പ്ലസ് അടുത്ത സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു ആൽഫ മൈനസ് ഐ ബീറ്റ പവർ എൻ ആക്കി എഴുതാം. ഈ 3 കേസസിലാണ് നമുക്ക് ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ റെക്കറൻസ് റിലേഷനെ സൊല്യൂഷനായി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. സോൾവ് ദ റെക്കറൻസ് റിലേഷൻ an പ്ലസ് an മൈനസ് 1 മൈനസ് 6an മൈനസ് 2 ഈക്വൽ ടു 0, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് a0 ഈക്വൽ ടു മൈനസ് 1, a1 ഈക്വൽ ടു 8. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ഇതേ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. an പ്ലസ് an മൈനസ് 1 മൈനസ് 6an മൈനസ് 2 ഈക്വൽ ടു 0. ഓക്കെ, ഇനി എന്താ ചെയ്യാം? അസ്യൂം ദാറ്റ് an ഈക്വൽ ടു c r raised to n ഈസ് എ സൊല്യൂഷൻ. ദെർഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? എൻ്റെ സ്ഥാനത്ത് c r raised to n പ്ലസ് an മൈനസ് 1ൻ്റെ സ്ഥാനത്ത് ദാറ്റ് ഈസ് c r raised to n മൈനസ് 1 മൈനസ് 6 ഇൻറ്റു c r raised to n മൈനസ് 2 ഈക്വൽ ടു 0. പിന്നെന്താ നമ്മൾ ചെയ്തത്? r raised to n മൈനസ് 2നെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു. ദാറ്റ് ഈസ് ഇവിടെ എന്ത് വരും? ഇവിടെ n മൈനസ് 2 ആണ് നമ്മൾ എടുക്കാൻ പോണത് അല്ലേ? അപ്പോൾ ഇവിടെ c r raised to n മൈനസ് 2 കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ പിന്നെ വരിക? ഈ ഒരു ടേം ആർ സ്ക്വയർ, ഈ ഒരു ടേമിൽ പ്ലസ് ആർ, ഈ ഒരു ടേമിൽ മൈനസ് 6 ഈക്വൽ ടു 0. ശരിയല്ലേ? ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? സി ആർ എൻ മൈനസ് 2 പ്ലസ് 2 ഇങ്ങനെ എഴുതാം അല്ലേ? സി പവർ ആർ റേസ് ടു എന്നിനെ എന്നാണ് സി ആർ പവർ എൻ മൈനസ് 2 ഇൻറ്റു ആർ സ്ക്വയർ. ഇവിടെ പ്ലസ് പവറിൽ പ്ലസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ? ഇൻറ്റു ആണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വരിക. ഈ ഒരു ടേമാണ് നമ്മൾ എന്ത് ചെയ്യുക? പുറത്തേക്ക് എടുത്തത്. ബാക്കി എന്തുണ്ടായിരിക്കും? ആർ സ്ക്വയർ ഉണ്ടായിരിക്കും. ഓക്കെ, സംശയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ടേമിൽ നിന്ന് സി ആർ എൻ മൈനസ് 2 പുറത്തേക്ക്, സി പുറത്തേക്ക് എടുത്തു, ആർ എസ് ടു എന്നിൽ നിന്ന് ആർ എസ് ടു എൻ മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ വീണ്ടും ഒരു 2 ഉണ്ടായിരിക്കും അല്ലേ? എന്നിൽ നിന്ന് 2 പവർ 2 ആറ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ആർ സ്ക്വയർ ഉണ്ടായിരിക്കും. ഓക്കെ, ഫ്രം ദീസ് ആർ സ്ക്വയർ പ്ലസ് ആർ മൈനസ് 6 ഈക്വൽ ടു 0. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇത് നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം അല്ലേ? ഇത് സോൾവ് ചെയ്യുമ്പോൾ 2 സൊല്യൂഷൻസ് കിട്ടും അല്ലേ? അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കേസസിൽ വരുന്ന സൊല്യൂഷൻസ് എഴുതി വെക്കുന്നത്. ദെർഫോർ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ദാറ്റ് ഈസ് മൈനസ് ബി. ബി എന്താണ്? ഇവിടെ എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എ ഈക്വൽ ടു ആർ സ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റ് ആണ് എ, ദാറ്റ് ഈസ് 1. ബി പറഞ്ഞു കഴിഞ്ഞാൽ ആറിൻ്റെ കോഫിഷ്യൻ്റ് ആണ് ബി അല്ലേ? അതും 1.
നെക്സ്റ്റ് സി എ പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ടേം ദാറ്റ് ഈസ് -6. ഓക്കെ, ഫ്രം ദിസ് ആർ ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ -b ± റൂട്ട് ഓഫ് b² - 4ac divided by 2a. That equal to -1 ± root of 1 minus 4 into a into c. 4 into a into c. That is plus 24 divided by 2a. That equal to -1 ± root 25. That is 5 divided by 2. That equal to -1 plus 5 divided by 2. നെക്സ്റ്റ് -1 minus 5 divided by 2 അല്ലേ, പ്ലസ് ഓർ മൈനസ് വന്നുകൊണ്ട് പ്ലസ് മൈനസ് നമുക്ക് എടുക്കണം. ദാറ്റ് ഈക്വൽ ടു 4 അല്ലേ, 4/2 -6/2. ദാറ്റ്സ് ഈക്വൽ ടു 2 ആൻഡ് -3. ഏതാണ് കേസ്? റിയൽ റൂട്ടാണ്, രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് റൂട്ടാണ്. ദെർഫോർ an ഈക്വൽ ടു c0 2n അല്ലേ. R1 നമുക്ക് എന്ത് ചെയ്താം? R1 ഈക്വൽ ടു 2 എന്ന് എഴുതാം, R2 ഈക്വൽ ടു -3 എന്ന് എഴുതാം അല്ലേ. ദറ്റ് ഈസ് C0 R1 പവർ n പ്ലസ് C1 ഡാഷ് R2 പവർ n. അപ്പോൾ ഇതാണ് സൊല്യൂഷൻ. പക്ഷെ നമുക്ക് ഇവിടെ രണ്ട് കണ്ടീഷൻ എക്സ്ട്രാ തന്നിട്ടുണ്ട്. A0 തന്നിട്ടുണ്ട്, A1 തന്നിട്ടുണ്ട്. എന്തിനാണ് ഇത് തന്നിട്ടുള്ളത്? ഇതിൻ്റെ കറക്റ്റ് സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ അല്ല, ഈ C1 ഡാഷും C0 ഡാഷും നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? തന്നിട്ടുള്ള രണ്ട് ഡാറ്റ A0 ഈക്വൽ ടു -1. ദാറ്റ് ഈസ് എന്നിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് A0 കിട്ടും അല്ലേ. ദാറ്റ് ഈസ് -1 ഈക്വൽ ടു ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി? ദാറ്റ് ഈസ് C0 ഡാഷ് പ്ലസ് ഇവിടെയും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് എന്തായി? 1 വരും അല്ലേ. ദാറ്റ് ഈസ് C1 ഡാഷ്. ഒരു ഇക്വേഷൻ കിട്ടി. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ, സെക്കൻഡ് എന്നിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴോ A1 ഈക്വൽ ടു 8 കിട്ടുക അല്ലേ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 8 ഈക്വൽ ടു ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C0 ഡാഷ് ഇൻറ്റു 2. നെക്സ്റ്റ് ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -3 ഇൻറ്റു C1 ഡാഷ്. രണ്ട് ഇക്വേഷൻ കിട്ടി. രണ്ട് ഇക്വേഷനുണ്ട്, രണ്ട് അൺനോൺസ് ഉണ്ട്. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെ സോൾവ് ചെയ്യാം? രണ്ട് ഇക്വേഷനും രണ്ട് അൺനോൺസും കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്ന് റീറൈറ്റ് ചെയ്യാം. ദറ്റ് ഈസ് C0 ഡാഷ് പ്ലസ് C1 ഡാഷ് ഈക്വൽ ടു -1 സെക്കൻഡ് 2 C0 ഡാഷ് -3 C1 ഡാഷ് ഈക്വൽ ടു 8. എങ്ങനെ സോൾവ് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ 2 C0 ഡാഷ് പ്ലസ് 2 C1 ഡാഷ് ഈക്വൽ ടു -2. സെക്കൻഡ് ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതാം അല്ലേ. 2 C0 ഡാഷ് -3 C1 ഡാഷ് ഈക്വൽ ടു 8. ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ, അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ദറ്റ് ഈസ് ഇതിനെ ഇക്വേഷൻ നമ്പർ 2, ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 2 - 1 ദാറ്റ് ഇംപ്ലൈസ് എന്ത് വരും? 2 C0 ഡാഷ് മൈനസ് 2 C0 ഡാഷ് ദാറ്റ് ഈസ് 0 -3 ഡാഷ് മൈനസ് 2 C1 ഡാഷ് ദാറ്റ് ഈസ് -5 C1 ഡാഷ് ഈക്വൽ ടു 8 -2 ദാറ്റ് ഈസ് 10. That is C1 dash equal to 10 divided by 5 -5 that's equal to -2. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? C0 ഡാഷും കിട്ടും അല്ലേ. ദാറ്റ് ഈസ് C0 ഡാഷ് പ്ലസ് -2 ഈക്വൽ ടു -1. C0 ഡാഷ് ഈക്വൽ ടു -1 പ്ലസ് 2 ദാറ്റ്സ് ഈക്വൽ ടു 1. Therefore C0 dash is equal to 1 and C1 dash equal to -2. രണ്ട് കോൺസ്റ്റന്റ് വാല്യൂ കിട്ടി. Therefore an ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 into 2 പവർ n നെക്സ്റ്റ് പ്ലസ് C1 ഡാഷ് അല്ലേ. ദാറ്റ് ഈസ് -2 into -3 പവർ n ദാറ്റ് ഈക്വൽ ടു 2 raised to n -2 into -3 പവർ n. ഇതാണ് സൊല്യൂഷൻ. ഓക്കെ,
അപ്പോൾ സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ നമുക്ക് തൊട്ട് മുന്നത്തെ പോലെ റെഡിമെയ്ഡ് സൊല്യൂഷൻ ഇല്ല. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു an ഈക്വൽ ടു സം a0 ഇൻറ്റു d പവർ n ആയിരുന്നു സൊല്യൂഷൻ. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് വെച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ സെയിം റൂട്ട് വരാം, കോംപ്ലക്സ് റൂട്ട് വരാം. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ വൃത്തിയിൽ മനസ്സിലാക്കി വെക്കാം. കൂടുതൽ പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ തുടർന്നുള്ള പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.